അമ്മൂമ്മേ ആന്റി ഇപ്പൊ സമയം എത്ര ആന്റി? ആ സമയം 9:45. നക്ഷത്രപ്രകാരം ഞങ്ങൾ വന്ന സമയം കറക്റ്റ് ആണോ? നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇത് മൊത്തത്തിൽ കയ്പാ. ആ നീ എന്നെ കളിയായിക്കൊണ്ട് നിന്നോ. പിള്ളേരെ ഓരോരുത്തരത്തിന്ന് ഓരോന്നൊക്കെ മേടിച്ച് കഴിച്ചോണ്ട് നടക്കുവാ. കഴിച്ചോണ്ട് നടക്കുവാ? എവിടെന്നാ മാറു കഴിച്ചേ? മാളുവിന്റെ വീട്ടിൽ നിന്ന്. ആ മാളുവിന്റെ വീട്ടിൽ നിന്നല്ലേ? അതിവര് കളിക്കാൻ പോയതല്ലേ അമ്മൂമ്മേ? അറിയാവുന്ന വീടും പിന്നെ എന്ത് കുഴപ്പം? പാറു അറിയാത്തവരെന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ മേടിച്ച് കഴിക്കരുത് കേട്ടോ. അതില്ല. ആ അറിയുന്നിടത്തുനിന്നാണെങ്കിലും അറിയാത്തടത്തുനിന്നാണെങ്കിലും ആവശ്യമില്ല ഒന്നും മേടിച്ച് കഴിക്കരുത്. എന്റെ അമ്മൂമ്മ എല്ലാ കാര്യത്തിലും അമ്മൂമ്മ ഇങ്ങനെ സംശയിച്ചാൽ എങ്ങനെയാ അമ്മൂമ്മ? പിള്ളേർക്ക് ഈ എന്താ പറയാ ഷെയറിംഗ് മെന്റാലിറ്റിയും സ്നേഹമൊക്കെ അത് ഉള്ളിൽ നിന്ന് വരണം. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? കഴിക്കരുതെന്നേ പറഞ്ഞോളൂ. ആവശ്യമില്ലാത്തടത്തുനിന്നൊന്നും മേടിച്ച്. അതവള് ചെയ്യൊന്നുമില്ല, നോക്കിക്കോളൂ. അമ്മാ കല്ലു എങ്കമ്മാ? കുഞ്ഞുറങ്ങി. ആന്റി എനിക്കെന്തെങ്കിലും വാങ്ങിച്ചോ? ആ പിന്നെ പോകുമ്പോ നിനക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഉണ്ട്. എന്നാ ഒന്നും മേടിച്ചിട്ടില്ല. ചേച്ചിയോടല്ല ചോദിച്ചേ, കാരണം ആന്റിയോടാ ചോദിച്ചേ. വാങ്ങിച്ചോ ആന്റി? വാങ്ങിയിരിക്കേ പാറു. ഇത്തിരി ചൂടാ. ഞാൻ വാങ്ങലിയേ. ലച്ചു നീ വാങ്ങിനിയാ ബീട്രൂട്ട്? ഇത് ഞാൻ മേടിച്ചൊന്നുമല്ല, ആന്റി മേടിച്ചല്ലേ? ഇല്ല ഞാൻ വാങ്ങല ലച്ചു. കോവക്ക ഇത് ഞാൻ വാങ്ങലിയേ. നീ വാങ്ങിനിയാ? ഞാൻ മേടിച്ചെങ്കിൽ ഞാൻ മേടിച്ചെന്ന് പറയില്ലേ? അയ്യോ അപ്പൊ ഇതെല്ലാം എപ്പടി മറിക്ക്. തക്കാളി ഇത് ഞാൻ വാങ്ങലിയേ. ഞാനും വാങ്ങിച്ചിട്ടില്ല. അയ്യോ അപ്പൊ ഇവൾക്ക് വാങ്ങിന ഐസ്ക്രീം? ഐസ്ക്രീം ഞാനല്ല സഞ്ചിക്കകത്ത് വെച്ചേ. എന്താ പിള്ളേരെ? ഒരു മിനിറ്റ്. സഞ്ചി എങ്ങനെ മാറിപ്പോയാ? அப்படிதான் நினைக்கிறேன். എന്നാ പിന്നെ നിങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുത്താ പറയോ? അല്ല ആന്റി, നമ്മൾ അവിടെ സാധനം മേടിച്ചോണ്ട് നിന്നപ്പോഴേ ഒരു ചേച്ചി സൈഡിൽ വന്ന് നിന്നില്ലായിരുന്നാ? ஆமா வந்தாங்க. ആ ചേച്ചിയുടെ ഒരുമാതിരി നോട്ടമൊക്കെയായിരുന്നു, ഭയങ്കര ഭാവവ്യത്യാസം കലിപ്പൊക്കെ ആയിട്ട് അല്ലേ? ஆமா ஆமா. ഇനിയിപ്പോ പുള്ളിക്കാരിയുടെ സഞ്ചി എങ്ങാനും ആയിരിക്കും ഇത്. ஒருவேளை ஆயிருக்கும் லட்சு. ഇതിപ്പോ തിരിച്ചുകൊണ്ട് കൊടുത്താ പോരെ? ചേടാ ഇതൊന്നൊരു കഷ്ടമാണിത്. എന്റെ ലച്ചു, ഞാൻ പറഞ്ഞായിരുന്നോ പോവരുതെന്ന്? നമ്മൾ പറയുന്ന ആരും കേക്കത്തില്ല. നമ്മളെ കളിയാക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. എന്റെ അമ്മമ്മ കളിയാക്കിയതൊന്നുമല്ല. പിന്നെ ഇതിപ്പോ ആർക്കാണെങ്കിലും മനുഷ്യന്മാരല്ലേ, ഒരു അബദ്ധമൊക്കെ പറ്റും. അബദ്ധമൊന്നുമല്ല, ഇത് അതിന്റെ കൊണ്ട് തന്നെ പറ്റിയതാ. ഒന്ന് പോയാ അമ്മമ്മ, ഇതിപ്പോ എന്താ പ്രശ്നം? തിരിച്ചു കൊടുത്തതിന്റെ പ്രശ്നം തീർന്നില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇവിടുന്ന് സാധനം മേടിക്കാൻ പോകുന്നത്? നീ മുമ്പ് പോയിട്ടുണ്ടല്ലോ, ഇതുപോലെ മറന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതല്ലേ പറഞ്ഞൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ പറഞ്ഞോ പോവരുതെന്ന്. പോയതിന്റെ കുഴപ്പമാ ഇത്. ഈ ശബ്ദം ചേച്ചി സഞ്ജീനാ ശബ്ദോ? ആ ശരിയാണല്ലോ. ആരുടെ പച്ചക്കറിക്കകത്ത് എല്ലാം കൊണ്ടുവച്ചത്? ചേച്ചി അലാറം അല്ല, ചിലപ്പോ ബോംബിരിക്കും. ബോംബാ? ചേച്ചി പറഞ്ഞില്ലേ പച്ചക്കറി കടയിൽ നിന്ന് ഒരു ചേച്ചിയെ കണ്ടെന്ന്? ആ ചേച്ചി അതിന്റെ കലിപ്പ് നിൽക്കാന്ന്. ചേച്ചി ആ ചേച്ചി വല്ല തീവ്രവാദി ആയിരിക്കോ? എവിടെങ്കിലും കൊണ്ടുവെക്കാനുള്ള ബോംബാണോ നിങ്ങൾ എടുത്തോണ്ട് വന്നത്? അയ്യോ ബോംബേ! ஐயோ போமா அம்மா.